പുന്നാര മകളായ ഫാത്തിമ ബീവി കടന്നു ചെന്നു. മോളെ കൊണ്ട് റസൂലുള്ള അടുക്കലേക്ക് വിളിച്ചു. ഫാത്തിമ ബീവി ചോദിച്ചു, നബിയേ, മിന്നി അറാക ഹസീന, അങ്ങ് വലിയ ദുഃഖവാനാണല്ലോ. മല്ലദീ നസല അലൈക, എന്താണ് ഇങ്ങേക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇറങ്ങിയിട്ടുള്ളത്? അവിടുന്ന് നബി തിരുമേനി പറയുകയാണ്, ജാഅനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് എന്നോട് ഫഅഖ്ബറനി മിൻ സുക്കാനി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള താമസക്കാരെ കുറിച്ച് എന്നോട് ജിബ്രീൽ പറയാൻ തുടങ്ങി. അതിലെ 7ാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ സമുദായത്തിലെ വൻപാപികളാണ്, തൗബ ചെയ്യാതെ മരിച്ചുപോയവരാണ്. ഫദാലികല്ലദീ അബ്കാനി വഅഹ്സനനി, അതാണ് എന്നെ ദുഃഖഭരിതനാക്കിയത്, അതാണ് എന്റെ സന്താപത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയത്, എന്നെ വിഷമിപ്പിക്കുന്നത് ആ ദുഃഖമാ. ഫാത്തിമ ബീവി ചോദിക്കാൻ തുടങ്ങി, നബിയേ, പിന്നെ എന്തൊക്കെയാണ് ആ നരകത്തിന്റെ വിശേഷങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, മോളെ, അങ്ങനെ അള്ളാഹുവിന്റെ മാലാഖമാര്, സബാനിയാക്കളായ മലക്കുകള് എന്റെ സമുദായത്തിലുള്ള ആളുകളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരും. അവരെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുമ്പോ അള്ളാഹ് അവർക്കൊരാനുകൂല്യം നൽകിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ മുഖം കരിക്കുകയില്ല, അള്ളാഹു അവരുടെ ഹൃദയം കരിക്കുകയില്ല. അങ്ങനെ കൊണ്ടുവരുന്നു, നരകത്തിലേക്ക് അവരെ അങ്ങ് വലിച്ചെറിയുകയാണ്. ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ, നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുന്നു. റസൂലുള്ളാഹി പറയുകയാണ്, ഫകം മിൻ ദീ ശൈബത്തിൻ, എത്രയെത്ര നരബാധിച്ച ആളുകളാണ് അവരുടെ താടികൾ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. എത്രയെത്ര സ്ത്രീകളാണ് അവരുടെ മുടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നരകത്തിലേക്ക് അവർ ചെന്ന് അവിടെ കിടന്നവർ കരിയാൻ തുടങ്ങും, അവിടെ കിടന്നവർ അലറി വിളിക്കാൻ തുടങ്ങും, ഞാനപ്പോൾ സ്വർഗത്തിലായിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ പറയുകയാണ്. ഒരിക്കൽ അല്ലാഹു തആല ജിബ്രീലിനെ വിളിക്കും, ജിബ്രീലേ, മുഹമ്മദുർ റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന് കുറച്ചാളുകളെ ആ നരകത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ, എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്ന് ചെന്ന് നോക്ക്. ഹദീസിൽ പറയുന്ന കാര്യമാ. ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് നോക്കും. ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിനെ കാണും. മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ കാവലാൾ. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. യജ്ലിസു അലാ കുർസിയിൻ മിൻ നാർ, തീയുടെ വലിയ ഒരു സിംഹാസനത്തിൽ ബഹുമാനപ്പെട്ട മാലിക് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ജിബ്രീൽ ചെല്ലും. മാലിക് അലൈഹിസ്സലാം ഫഖാമ തഅദീമൻ ലഹു, ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. എന്തിനാ വന്നിരിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഞാൻ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറ്റവാളികളായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കാനാണ്. മാലിക് അലൈഹിസ്സലാം പറയും, മാ അസ്വഅ ഹാലുഹും, അവരുടെ അവസ്ഥ വളരെ മോശമാണ്, അവരുടെ അവസ്ഥ വളരെ അപകടകരമാണ്. ബഹുമാനപ്പെട്ട ജിബ്രീലിന് മാലിക് അലൈഹിസ്സലാം കാണിച്ചു കൊടുക്കും. ആ നരകത്തിന്റെ കവാടം അങ്ങ് മാറ്റിയിട്ട് അതങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇവർ കാണുകയാണ്. നല്ല രൂപത്തിലുള്ളയാൾ, നല്ല സുന്ദരനായ ആൾ. നരകവാസികൾ കരഞ്ഞുകൊണ്ട് മാലിക് അലൈഹിസ്സലാമിനോട് ചോദിക്കും, ഇതാരാണ് ഈ സുന്ദരനായ മനുഷ്യൻ? മാലിക് അലൈഹിസ്സലാം പറയും, ഇത് ജിബ്രീലാണ്. ജിബ്രീൽ എന്ന് കേൾക്കുമ്പോൾ സ്വഹൂബി അജ്മഇഹിം, എല്ലാവരും ഒരുമിച്ച് അട്ടഹസിക്കുകയാണ്. ഞങ്ങൾക്ക് ജിബ്രീലിനെ അറിയാമല്ലോ, ഞങ്ങളുടെ നബിയുടെ അടുക്കലേക്ക് ഖുർആൻ കൊണ്ടുവന്നയാളാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നരകവാസികൾ പറയും, ജിബ്രീലേ, ഞങ്ങളുടെ നബിയുടെ അടുക്കൽ പോയിട്ട് ഞങ്ങളുടെ സലാം നിങ്ങൾ പറയണം. നബി ജിബ്രീലേ, സലാം പറഞ്ഞ്, ഞങ്ങളിവിടെ വലിയ കഷ്ടപ്പാടിലാണ്, ഞങ്ങളിവിടെ വലിയ പ്രയാസത്തിലാണ്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ, ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കാൻ, അള്ളാഹുവിനോടൊന്ന് പറയാൻ
മുഹമ്മദുർ റസൂലിനോട് നിങ്ങളൊന്ന് പോയി പറയണമെന്ന് പറയും നരകവാസികൾ. വിശാലമായ ഹദീസാണ്, ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലും. അല്ലാഹുവിനോട് ഈ സംഭാഷണം പറയും. അല്ലാഹു തആല നബിയുടെ അടുക്കൽ ചെല്ലാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുമെന്നാണ്. ആവശ്യപ്പെടുന്ന സമയത്ത് നബി അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെല്ലുമ്പോ വഹുവ അലാ മിമ്പരിൻ ബൈളാ, നല്ല വെളുത്ത ഒരു സിംഹാസനത്തിൽ, നല്ല ഒരു ഖൈമയിൽ, ഒരു കുടിലിൽ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെന്ന് സലാം പറഞ്ഞ് ഈ കാര്യം അറിയിക്കും, ഉസ്വാത്തിന്റെ കാര്യം അറിയിക്കും, തെറ്റുകാരായ കുറ്റവാളികളായ ആളുകളുടെ കാര്യം അറിയിക്കും. റസൂലുള്ള പെട്ടെന്ന് അവിടെ നിന്നെഴുന്നേൽക്കും. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ഞാൻ അർശിന്റെ താഴ്ഭാഗത്ത് ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലായിട്ട് വീഴും. ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ തുടങ്ങും. ഞാൻ അള്ളാഹനെ സ്തുതിക്കും, അതുപോലെ ആരും സ്തുതിച്ചിട്ടില്ല. അങ്ങനെ വലിയ സ്തുതി ഞാൻ സ്തുതിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല എന്നോട് അല്ലാഹു തആല വിളിച്ചു ചോദിക്കും, ഇർഫഅ റഅസക്, തല ഉയർത്തു, എന്താ വേണ്ടത്? സൽ തുഅതാ. ഞാൻ പറയും, അല്ലാഹ്, എന്റെ സമുദായത്തിലെ വൻപാപികളായ ആളുകൾ തൗബ ചെയ്യാതെ പോയതിന്റെ പേരിൽ അവർ നരകത്തിലുണ്ടല്ലാ, അവർക്ക് നീ മോചനം നൽകണമേ. അങ്ങനെ ഞാൻ നരകത്തിന്റെ സമീപത്ത് ചെല്ലുകയും അങ്ങനെ നരകവാസികളായ ആരുടെയൊക്കെ കൽബിലാണോ, ആരുടെയൊക്കെ ഹൃദയത്തിലാണോ ഹദീസിൽ കാണുന്നത്, മൻ കാന ഫീ ഖൽബിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ ഹൃദയത്തിലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ളത്, അവരെ മുഴുവൻ ഞാൻ നരകത്തിൽ നിന്ന് കൊണ്ടുവരും. അല്ലാഹു തആല അവരെ പ്രത്യേകമായ മാഉൽ ഹയവാൻ എന്ന ഒരു ജലത്തിൽ മുക്കും. അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വരും, പുറത്തേക്ക് വരും. നല്ല യുവാക്കളായി, യുവതികളായി, സുമുഖന്മാരായിട്ട്, സുഗന്ധമുള്ളവരായിട്ട് അവർ വരും. അവരുടെ നെറ്റിത്തടത്തിൽ രേഖപ്പെട്ടിരിക്കുന്നുണ്ടാകുമെന്നാണ് ഉത്തഖാഉല്ലാഹി മിനന്നാർ, നരകമോചിതർ എന്ന്. അല്ലാഹു തആല ഈ വിഭാഗത്തിലല്ല, നരകം തൊടാതെ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറയൂ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തൊക്കെ അവസ്ഥകളാണ് ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. നരകവാസികൾ വല്ലാതെ ദാഹിച്ചവശരാകും. ഇവിടുന്ന് റമളാനിൽ നോമ്പ് തുറന്നിരുന്നു, വെള്ളം കുടിച്ചിട്ട്. നോമ്പുള്ള കാലത്ത് അവൻ പകല് വെള്ളം കുടിച്ചിരുന്നു, കള്ള് കുടിച്ചിരുന്നു. ഇങ്ങനെ നരകവാസിയായതാ. നരകവാസിയെ അല്ലാഹു തആല നരകത്തിലിട്ട് ഇങ്ങനെ കരിക്കുമ്പോ, അവനെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ വെള്ളം ചോദിക്കുമെന്നാണ്. ഏതാ വെള്ളം? അല്ലാഹു പറയുന്നത് കേൾക്കൂ. വയുസ്ഖാ മിൻ മാഇൻ സദീദ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറയൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. സ്വർഗ്ഗത്തിലെ വെള്ളവും ഭക്ഷണവും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്താണെന്നറിയോ? ഇവിടുന്ന് നമ്മോടുള്ള നിരന്തരമായ ഉപദേശമാണ്, നിങ്ങളുടെ വയറ്റിലേക്ക് ഹറാമ് ചൊല്ലരുത്. നിങ്ങളുടെ വെള്ളത്തിലോ നിങ്ങളുടെ ഭക്ഷണത്തിലോ ഒരിക്കലും ഹറാം ഉണ്ടാകും. ഒന്നിലുണ്ടാവാൻ പാടില്ല, അതിലേതായാലും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടായാൽ നരകത്ത് കിടക്കേണ്ടി വരും. ഫന്നാറു ഔലാബി, അത് നരകവുമായിട്ടാണ് ഏറ്റവും അടുത്തത്. എന്നിട്ടോ ആ നരകവാസികളായ ആളുകൾ വെള്ളം ചോദിക്കും അല്ലാഹുവിനോട്. പല ആയത്തുകളുണ്ട് സ്വർഗ്ഗത്തിലുള്ള ആളുകളോട് വെള്ളം ചോദിക്കുന്ന ആയത്തുണ്ട്. അൻ അഫീദു അലൈനാ മിനൽ മാ വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. അങ്ങനെ ആയത്തുണ്ട് സൂറത്തുൽ അഅറാഫിൽ. സ്വർഗ്ഗവാസികളെ നരകവാസികൾ വിളിക്കും, കുറച്ച് വെള്ളം തരുമോ? അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. ഇനി വെള്ളമില്ലെങ്കിലും പടച്ചോ നിങ്ങൾക്ക് തന്ന എന്തെങ്കിലും തരുമോ? അല്ലാഹു ആ സംഭവം അങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ വല്ലാതെ വെള്ളം ചോദിച്ചാൽ അവർക്ക് കൊടുക്കുന്ന സാധനമാണ്. അള്ളാഹു പറയുന്നു മിമ്മാ ഇൻ സ്വദീദ്, രക്തവും ജലവും കൂടിച്ചേർന്ന ദുർനീരായിരിക്കും അവർക്ക് നൽകപ്പെടുക. നോക്ക് നിങ്ങൾ, ഇത് പറയാൻ ആർക്കാ അവകാശം? അള്ളാഹ് തന്നെ പറയല്ലേ. അള്ളാഹു കാക്കുമാറാകട്ടെ. വളരെ ശക്തമായിട്ട് മനസ്സിൽ തട്ടിയാമയും പറയും അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് നമ്മൾ ബേജാറാകാതിരുന്നാൽ ഈ നരകത്തിന്റെ ആ ഒരു അവലക്ഷണം ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മൾ തന്നെ ആയിരിക്കും. പേടിച്ചില്ലല്ലോ എന്നുള്ളതുകൊണ്ട്. എന്നിട്ടോ വെള്ളം കിട്ടിയാൽ അവൻ വളരെ വിഷമിച്ചുകൊണ്ട് ആ വെള്ളം താഴേക്കിറക്കാൻ ശ്രമിക്കും. അവനത് കീഴ്പോട്ടിറക്കാൻ കഴിയില്ല. അങ്ങനെ നരകത്തിൽ അവൻ ഇങ്ങനെ കരിയുകയാണ്. അവനിങ്ങനെ കരിഞ്ഞ് 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 കരിയുമ്പോഴേക്ക് തൊലി മാറുന്നു, കരിയുമ്പോഴേക്ക് രക്തം മാറുന്നു, കഴിയുമ്പോഴേക്ക് ജീവൻ മാറുന്നു. അങ്ങനെയോ അവന് മരിക്കാനും കഴിയുന്നില്ല. ആ വെള്ളം അവൻ കുടിക്കുന്നില്ലെങ്കിൽ അവന്റെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ്. വേറെ ഒരായത്തിലുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ തലയിലൂടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. സ്വർഗവാസികൾ ഭക്ഷണം ആവശ്യപ്പെടും, നരകവാസികൾ ഭക്ഷണം ആവശ്യപ്പെടും. അപ്പോഴോ രണ്ട് രീതിയിലാണ് അവരുടെ ഭക്ഷണം ഖുർആനിൽ കാണുന്നത്. ഒന്നവർക്ക് നൽകപ്പെടുന്നതാണ് ലരീഅ്, ഒരു തരം കള്ളിമുൾ ചെടിയാണത്. അതവർക്ക് ഇറക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ ആ വെള്ളമുണ്ടല്ലോ, അതവർ കുടിക്കുന്നതാണ്. ഫശാരിബൂന അലൈഹി ശുർബൽ ഹം ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. അതവരങ്ങ് ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ അകത്തുള്ളത് മുഴുവൻ പുറത്തു വരികയാണ്. സഖൂം ലരീഅ് എന്ന പേരിൽ അവർക്ക് ഭക്ഷണം നൽകപ്പെടുകയാണ്. അത് തിന്നാലോ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. വിശക്കുന്നു അവർക്ക്, അവർ തടിക്കൂല, അവരുടെ ശരീരത്തിന് ഒരു മാറ്റവുമില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ടത് ഈ നരകമാണ്. ഒരു ദിവസം വിളിക്കുമല്ലോ, അല്ലേ? അവിടെ എല്ലാവരും ഉണ്ടാകും. കോടാനക്കോടിക്കണക്കിന് വരുന്ന ജനസഞ്ചയമുണ്ടാകും, ലക്ഷക്കണക്കിന് വരുന്ന സമൂഹങ്ങളുണ്ടാകും, അവരുടെ നബിമാരുണ്ടാകും, എല്ലാ നേതാക്കളും ഉണ്ടാകും, എല്ലാ അനുയായികളും ഉണ്ടാകും. അവിടെ വെച്ച് അല്ലാഹ് വിളിക്കുന്ന ഒരു വിളിയാളമുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. വംതാസുൽ യൗം, ഇങ്ങോട്ട് മാറി നിൽക്ക. അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളായ ആളുകളെ. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ, നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? നിങ്ങളത് കേട്ടില്ല. വഅനിഅ്ബുദൂനി, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലല്ലോ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? നിങ്ങളത് കേട്ടില്ല, നിങ്ങളത് അനുസരിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വക ഒരു സമ്മാനമുണ്ട്. അതെന്താണ്? അല്ലാഹു കാക്കുമാറാകട്ടെ. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. നിങ്ങൾക്ക് ഞാൻ തരും എന്ന് പറഞ്ഞിരുന്ന നരകം ഇതാ. നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിരുന്നില്ലേ?
ഇന്ന തെറ്റ് ചെയ്താൽ, ഇന്ന പാപം ചെയ്താൽ, ഇന്ന ദോഷം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ നരകമിതാ, ആ നരകത്തിൽ കിടന്നുകൊണ്ട് നിങ്ങളങ്ങ് കരിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു പറയുകയാണ്. അവന് സംസാരിക്കാനുള്ള അവസരമില്ല. കാരണം വായകൾക്ക് സീല് വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങളാണുള്ളത്. നമ്മൾ ഇതിനെ നന്നായി പേടിക്കുക, നന്നായി ഭയപ്പെടുക. എന്ത് തെറ്റ് ചെയ്യാൻ, കുറ്റം ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിലക്കിയിരിക്കുന്ന എന്ത് ചെയ്യാനും അവൻ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോ നമ്മൾ നരകം കൺമുമ്പിൽ കാണുക, നരകത്തെ നമ്മൾ പേടിക്കുക. കരയാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ. നരകമാണ് നിങ്ങളുടെ അഭയമായിട്ടുള്ളത്. നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ്. ലിത്വാഗീന മആബ. അത് ത്വാഗീങ്ങളായ കുറ്റവാളികളായ ആളുകളുടെ എല്ലാവരുടെയും മടക്ക സ്ഥലമാണ്. അല്ലാഹു തആല പറയുന്നു, ഇന്ന ജഹന്നമ കാനത് മിർസ്വാദൻ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബാ. കൊല്ലങ്ങളോളം അവർ ആ നരകത്തിൽ താമസിക്കുന്നവരാണ്. നരകത്തിലോ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. അവർക്കവിടെ ഒരു തണുപ്പില്ല, അവർക്ക് ആ നരകത്തിൽ ഒരു പാനീയമില്ല. ഇല്ല ഹമീമൻ വഗസ്സാഖാ. ചുട്ടുതിളക്കുന്ന വെള്ളമല്ലാതെ കഠിനമായി ദാഹിക്കുമ്പോൾ നൽകുന്ന അങ്ങനെയുള്ള വെള്ളവും അതുപോലെ കള്ളിമുൾ ചെടിയുമല്ലാതെ മറ്റൊന്നും അവർക്കില്ല. എന്താ ഇതിനൊക്കെ കാരണം? ഇവർക്ക് പേടില്ല. ഇവർ നരകത്തെ പേടിച്ചില്ല. ഇവരിങ്ങനെ ഒന്ന് വരുമോ എന്ന് ആലോചിച്ചില്ല. ഇത് പറയുന്ന സദസ്സുകളെ പരിഹസിക്കുകയായിരുന്നു. ഇതൊക്കെ കേൾക്കാൻ നമുക്കെവിടെയാണ് സമയമെന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. അവർ ഒരിക്കലും അള്ളാഹുവിന്റെ വിചാരണയെ പ്രതീക്ഷിക്കാത്തവരായിരുന്നു. അള്ളാഹു ഈ പറയുന്നത് കൊണ്ട് അതൊക്കെ കാത്തിരിക്കുന്നവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. വകല്ലബു ബിആയാതിനാ കില്ലാബ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ, നരകം പറയുമ്പോ, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോ അതിനെ കളവാക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള ആളുകൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ ആ നരകത്തെ പേടിക്കുക, ബേജാറാവുക. പടച്ചോനെ കിടക്കേണ്ടി വരുമോ എന്നാലോചിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംശുദ്ധമാക്കിയെടുക്കുക. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആ നരകത്തിന്റെ പേടി കൊണ്ട് നമ്മൾ ജീവിതത്തെ നിറക്കുക. 2, നമ്മൾ ആ നരകത്തിൽ നിന്ന് എപ്പോഴും കാവൽ തേടുക. അല്ലേ? വമിനന്നാസി മൻ യഖൂൽ. ജനങ്ങൾക്കിടയിൽ ചില ആളുകളുണ്ട്. എന്താ അവർ പറയുന്നത്? റബ്ബന ആതിനാ ഫിദ്ദുനിയ. അവർക്ക് ദുനിയാവിന്റെ കാര്യ ആലോചനയുള്ളൂ. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഒരു ദുനിയാവ്, ഇവിടുത്തെ ജീവിതം, ഇവിടുത്തെ കാറ്, ഇവിടുത്തെ വാഹനം, ഇതേ അവർക്കുള്ളൂ. എന്നാൽ വമിൻഹും മൻ യഖൂൽ. ഇങ്ങനെ പറയുന്ന ചില ആളുകൾ അവരുടെ ഇടയിലുണ്ട്. എന്താ പറയുന്നത്? എല്ലാവരും പറഞ്ഞോളൂ, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകം പേടിച്ച് അതിൽ നിന്ന് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട്. എന്താണ് അവർക്ക് ലഭ്യമാകുന്നത്? ഉലൈക ലഹും നസീബും മിമ്മാ കസബു. ദുനിയാവിൽ നിന്ന് അവരെന്തുണ്ടാക്കിയോ അതിന് മുഴുവൻ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുകയാണ്. എന്നിട്ടോ വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു തആല അവരുടെ വിചാരണ വളരെ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് രാജാതിരാജനായ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്. മുഅ്മിനെ കൺമുമ്പിൽ ഇങ്ങനെ കാണുക. ഖുർആനിൽ അതിന്റെ വർണ്ണനകൾ പറഞ്ഞിരിക്കുന്നത് ഇദാ റഅയ്തഹും. അല്ലേ? റസൂലുള്ള ഇതങ്ങ് പറഞ്ഞു നമ്മളുടെ ഒന്നും പ്രസംഗം കൊണ്ട് ഒന്നും ആവില്ല.
സ്വഹാബികൾ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂല് നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുമ്പോൾ ശബ്ദം അങ്ങ് ഉയർന്നുയർന്ന് അങ്ങാടിയിലുള്ള ആളുകൾക്ക് പോലും നരകത്തെ കേൾക്കാൻ കഴിയുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാണ്. അല്ലേ? എല്ലാവരോടും പറഞ്ഞു. ആദ്യമായിട്ട് അവിടുന്ന് പരസ്യ പ്രബോധനം നടത്തിയത് നരകം പറഞ്ഞുകൊണ്ടാണ്. അല്ലേ? അതാലോചിച്ച് നോക്കൂ. ആദ്യമായിട്ട് പരസ്യ പ്രബോധനം നടത്തുകയാണ്. ആളുകളൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടി, മോളുണ്ട്, അതുപോലെ പലരും ഉണ്ട്. ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞു, അൻഖിദൂ അൻഫുസകും മിനന്നാർ. നരകം, അതിൽ നിന്ന് നിങ്ങൾ കാക്കണം. നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കാക്കണം. ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, ഹാഷിമിന്റെ മക്കളെ, നരകത്തിൽ നിന്ന് നിങ്ങൾ സ്വയം കാക്കണം. തന്നെയുമല്ല, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹേ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞതായി ഹദീസിൽ കാണാം, യാ ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ. നിന്റെ ശരീരത്തെ നീ നരകത്തിൽ നിന്ന് കാക്കണേ ഫാത്തിമ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതിന്റെ വർണ്ണനകൾ നമ്മൾ പേടിക്കുക. ദൂരെ നിന്ന് തന്നെ ആ നരകം ഇങ്ങനെ കാണുകയാണെങ്കിൽ അതിന്റെ അട്ടഹാസവും അതിന്റെ ഭീകരമായ ശബ്ദവും നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും. അതിലുള്ള കൊളുത്തുകൾ, അതിലുള്ള പർവ്വതങ്ങൾ, അതിലുള്ള പാമ്പുകൾ, അതിലുള്ള തേളുകൾ എല്ലാം ഒരു ഭീകര സ്വപ്നമായി എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകണം. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഈ റമളാൻ വിട പറയുമ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ആ നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന വിശ്വാസികളിൽ നമുക്കെല്ലാവർക്കും ഉൾപ്പെടാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.